ഹലോ, നമുക്കിന്ന് കുറച്ച് എഴുത്തുകുത്ത് പരിപാടികളിലൂടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഈ ജേർണലിംഗ് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സംഭവമാണല്ലേ. പക്ഷേ ആക്ച്വലി ഞാൻ ട്രെൻഡിങ്ങിൽ വരുന്നതിന് മുമ്പേ എഴുതാറുള്ളതാണ് കേട്ടോ. കറക്റ്റ് അതിനെ ജേർണലിംഗ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് എഴുതി വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നൊരു 2 to 3 ഇയേഴ്സ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡയറി ഇതിൽ ശീലം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ വിട്ടിട്ട് പിന്നെ ഒരു 2 to 3 ഇയേഴ്സ് ബാക്കാണ് കേട്ടോ ഞാനിത് എഴുതാൻ തുടങ്ങുന്നത്. പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് അടുത്ത കൂടെ പോയിട്ടുള്ള സംഭവം അല്ലാത്തത് കൊണ്ട് സ്ഥിരമായി എഴുതാറില്ല. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജേർണലിങ്ങും ചായ കുടിയും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ വന്നേക്കാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. വേറെ ഒന്നുമില്ല, ഓട്സ് മാത്രമാണ്. അപ്പം സൂരജേട്ടനാണ് സാധാരണ ഉണ്ടാക്കൽ പതിവ്. പക്ഷേ പുള്ളി കുറച്ച് അധികം ഹെക്റ്റിക് വർക്ക് ഉള്ളായിരുന്നു കൊണ്ട് രാത്രി ഉറങ്ങിയിട്ടില്ല. പിന്നെ രാവിലെ നേരത്തെ ജൂണൂനൊക്കെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നായിരുന്നു കൊണ്ട് വീണ്ടും കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും ഓട്സ് മാത്രമേ ഉള്ളൂ, അധികം നേരം നിൽക്കൊന്നും വേണ്ട. ഇന്ന് അമ്മ നാട്ടിൽ നിന്ന് വരും. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ കൂട്ടാൻ ഉപ്പേരിയൊക്കെ കൊണ്ടാണ് വരിക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ മധുരത്തിന് വേണ്ടി പനം കൽക്കണ്ടാണ് കേട്ടോ ഇടുക. അത് വലിയ തകരാറില്ലാത്ത സാധനമാണെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലും കഴിഞ്ഞിട്ട് ഞാനിതാ വർക്കിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഓഫീസിലേക്ക് വേണ്ടിയിട്ടും അതൊക്കെ വേണം. ഞാനതൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വന്നു, ലഞ്ച് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ജുഗുനും എത്തിയിട്ട് ഒരു 2:30 ഒക്കെ ആകുമ്പോഴേക്കും ജുഗുനും എത്തും. അപ്പോൾ ജുഗുനും എത്തി അവൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള വിശേഷങ്ങൾ, അവിടെ ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ലഞ്ചിനെ കുറിച്ചൊക്കെ ഘോര പ്രസംഗങ്ങൾ നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിന് നമ്മൾ പഴമായിരുന്നു കേട്ടോ സ്നാക്കായിട്ടുണ്ടാക്കിയത്. പഴവും പപ്പടം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഡിന്നർ ഞാനിതുപോലെ സ്കിപ്പ് ചെയ്തു. ഞാൻ കഴിച്ചു, വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്തു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഞാനന്ന് ദോശ തന്നെയാണ് കഴിച്ചതെന്ന് തോന്നുന്നു. അപ്പം ദോശ ചോറോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കഴിച്ചത്. എന്തായാലും അപ്പോൾ അതിങ്ങനെ അധികം കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വായിക്കാൻ, എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ വായിക്കാതെ ഇരുന്നപ്പോൾ അത് ചെറുതായിട്ട് മിസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വായിക്കൽ മിസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വായിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വായിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.